ജെയിംസ് യഥാർത്ഥത്തിൽ നാളെ പെൻറ്റഗണിൽ നടക്കുന്ന പ്രതിരോധ വാർത്താ സമ്മേളനത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നുണ്ടായിരുന്നു. ഒരുപക്ഷേ ഇന്ന് ഉണ്ടാകുന്ന ഡെവലപ്മെൻ്റ് ആയിരിക്കും ഒരുപക്ഷെ നാളെ ലോകം എങ്ങോട്ടെന്ന് തീരുമാനിക്കുക. പറയും. തീർച്ചയായിട്ടും SKN ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് പറഞ്ഞത് തന്നെ ഇത് വളരെ സക്സസ്ഫുൾ ആയിട്ട് ഈ മിഷൻ ക്യാരി ഔട്ട് ചെയ്തു എന്നാണ്. പ്രത്യേകിച്ച് ഇറാൻ്റെ 3 കേന്ദ്രങ്ങൾ, അത് ഫോർദോയിലും നതാൻസിലും എസ്ഫഹാനിലും അമേരിക്ക വളരെ വിജയകരമായിട്ടുള്ള ആക്രമണം നടത്തിയിരിക്കുന്നു. അത് തിരിച്ച് വന്ന 6 B-2 സ്റ്റെൽത്ത് ബോംബറിൻ്റെ പൈലറ്റുമാരെ വരെ അഭിനന്ദിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇത് അവസാനിപ്പിച്ചത്. എന്നുമാത്രമല്ല, ഇസ്രായേലും അമേരിക്കയും തമ്മിൽ വഴക്കിലാണ് എന്ന തരത്തിലൊരു പ്രചരണത്തിന് അവരൊന്നും മറുപടി പറഞ്ഞില്ല. പ്രത്യേകിച്ച് അമേരിക്കയുടെ പ്രസിഡന്റ് മിഡിൽ ഈസ്റ്റിലേക്ക് യാത്ര നടത്തിയപ്പോൾ സൗദി അറേബ്യയും ഖത്തറും UAE ആണ് സന്ദർശിച്ചത്, ഇസ്രായേലിലേക്ക് പോയില്ല. അത് തന്നെ കാണിച്ചത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ പ്രശ്നത്തിലാണ്. യുദ്ധം ചെയ്യരുതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നത് കേൾക്കാതെ ഇസ്രായേൽ പ്രധാനമന്ത്രി യുദ്ധത്തിന് പോയെന്നൊക്കെയാണ്. അത് ഒരു തരത്തിൽ കബളിപ്പിക്കലായിരുന്നു. യഥാർത്ഥത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെയും അമേരിക്കൻ ഭരണകൂടത്തിൻ്റെയും അറിവോടെ തന്നെയാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചതെന്ന് ഇപ്പോൾ വളരെ വ്യക്തമാകുന്നു. ഒരുപക്ഷെ ഈ ആക്രമണം അമേരിക്ക നടത്തുന്നത് സംബന്ധിച്ചുള്ള വാർത്തകൾ പുറത്തു പോകാതിരിക്കാൻ വേണ്ടി വളരെ ഗാർഡഡായിട്ട് നടത്തിയ ഒരു നീക്കമാണ്. എന്ന് മാത്രമല്ല, ഇതിൽ പങ്കെടുത്ത പൈലറ്റുമാരെ മാത്രമല്ല ഇസ്രായേൽ സൈന്യത്തെ കൂടി അഭിനന്ദിച്ചിരിക്കുന്നു ട്രംപ്. അതിൽ നിന്ന് തന്നെ വലിയ വ്യക്തമാണ് ഈ 10 ദിവസം വളരെ വിജയകരമായി നിങ്ങൾ ആക്രമിച്ചു എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഇറാൻ ഡെത്ത് ടു അമേരിക്ക എന്ന് പറഞ്ഞ നിങ്ങൾക്ക് 40 വർഷമായി നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അതിനുള്ള തിരിച്ചടിയാണ് ഇതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നത് ഗോഡ് ബ്ലസ്, ഈ നടത്തിയ ആക്രമണത്തിനൊക്കെ ദൈവത്തിൻ്റെ ബ്ലെസ്സിങ് ഉണ്ട് എന്നുള്ള അവകാശവാദമാണ് അമേരിക്കൻ പ്രസിഡന്റ് നടത്തിയിരിക്കുന്നത്. ഗോഡ് ബ്ലസ് മിഡിൽ ഈസ്റ്റ്, ഗോഡ് ബ്ലസ് അമേരിക്ക. മിഡിൽ ഈസ്റ്റിനെ അനുഗ്രഹിക്കട്ടെ, അമേരിക്കയും അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ദൈവത്തെ കൂടി കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ഒരു രീതിയിലാണ്. കാരണം എപ്പോഴും അമേരിക്ക എപ്പോഴും സംസാരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പേരിലാണ് അവിടെ സത്യപ്രതിജ്ഞയും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. എന്തായാലും ഇത് കൈവിട്ട കളിയിലേക്ക് പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല SKN. കാരണം ഇറാൻ ഇനി വെറുതെ ഇരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അവരുടെ ഭരണമാറ്റം എന്നുള്ളതാണ് ഇസ്രായേലും അമേരിക്കയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒളിവിലാണ് ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനായി, അതുപോലെ തന്നെ അവിടുത്തെ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാൻ. ഇവരെവിടെയാണ്, അവരെന്ത് പ്രതികരിക്കുമെന്നുള്ളത് ലോകം നോക്കിയിരിക്കുകയാണ് SKN.